പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ ആകണമേ. ഇത് ക്രൂശീകരണത്തിന് തൊട്ട് മുന്നായി യേശു കർത്താവ് പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത്ര. പ്രിയ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവഹിതമാണോ എന്ന് നമുക്കൊരു ഉറപ്പില്ലായിരിക്കാം. യേശുപ്പാ, എനിക്കിങ്ങനെ ഒരു ബ്ലെസ്സിങ് അങ്ങ് തരണമേ, എനിക്ക് ഈ വിഷയത്തിന്മേൽ ഒരു വിടുതൽ തരണമേ, അതല്ല എൻ്റെ ആഗ്രഹം ഇതാ യേശുപ്പാ, എനിക്കത് തരണം എന്നും പ്രാർത്ഥിക്കുമ്പോൾ അതോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു മാതൃക പ്രാർത്ഥന അത്ര. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം തന്നെയാകുന്നു. പിതാവിനോട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായി നാം ചോദിക്കുമ്പോൾ, ഇറ്റ്സ് എ മാർവലസ് പ്രേയർ ഡിയർ ചൈൽഡ് ഓഫ് ഗോഡ്. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം തന്നെ ജീവിതത്തിലാകണമേ യേശുപ്പ. എനിക്കിങ്ങനെയൊക്കെ ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം തന്നെ ആകണമേ. നല്ല പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിന് ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് യേശുപ്പ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം തന്നെ ആകണമേ. അത് പിന്നത്തത് നന്മയ്ക്കായതിനും കർത്താവായ യേശു ക്രിസ്തു അതിക്രൂരമായ മരണത്തിനായി ക്രൂശിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഇറ്റ് വാസ് that painful that no man can ever imagine or endure in this world. നമുക്ക് ഇന്ന് മനസ്സിൽ ചിന്തിക്കാനോ അതിൻ്റെ ഒരു ഇമേജ് ഒപ്പിയെടുക്കാനോ പോലും പറ്റാത്തവണ്ണം അതിക്രൂരമായ മരണത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിക്കപ്പെടുമ്പോൾ it was not that easy at all. It was so hard for him to endure. He knew that already. He knew that. അതുകൊണ്ടത്തെ കർത്താവായ യേശു ക്രിസ്തു ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ he knew the pain, he knew the agony. He took everything on the cross. ആ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശു കർത്താവിൻ്റെ രക്തം വലിയ വിയർപ്പ് തുള്ളി പോലെ വരുമ്പോൾ അത്രമാത്രം പെയിൻ, പ്രഷർ ആ പ്രാർത്ഥനയ്ക്കകത്തുണ്ടായിരുന്നു. ഒന്ന് ആ സമയത്ത് ജീസസ് ഓർക്കായിരുന്നു നമ്മുടെ വേദന, നമ്മുടെ വിഷമം, നാം ഈ ലോകത്തിൽ എൻജോയ് ചെയ്യുന്ന ആക്കണേ, അതിൻ്റെ വേദന കർത്താവ് ആ സമയത്തും ഏറ്റെടുക്കുമായിരുന്നു. രണ്ട്, the pain he's going to endure. ആ വേദന, ആ മനോവേദന, അല്പസമയത്തെങ്കിലും പിതാവുമായി വേർപിരിഞ്ഞിരിക്കുന്ന അവസ്ഥ. നമ്മുടെ ജീവിതത്തിലും ചില സമയങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി അല്പനേരത്തേക്കെങ്കിലുമൊക്കെ മാറി നിൽക്കുമ്പോൾ, വേർപിരിഞ്ഞിരിക്കുമ്പോഴൊക്കെ it's so hard that we can ever imagine. നാം ഏത് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും ഒരു സേഫ് പ്രേയർ, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന യേശുപ്പാ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം തന്നെ ആകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചാലോ നമ്മുടെ വിഷമത്തിൽ കൂടെ പോകാനുള്ള ശക്തിയും കൃപയും ദൈവം തരുമെന്നത് മാത്രമല്ല, ക്രൂശ് മരണത്തിന് ശേഷം യേശു കർത്താവിനെ കാത്തുനിന്നത് ഉയർത്തെഴുന്നേൽപ്പത്രേ. Glorious resurrection. No man has ever resurrected after has a hurt death. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അൺലെസ് നോട്ട് ജീസസ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ല, ആർക്കും ഉയർത്തെഴുന്നേൽപ്പാൻ കഴിയത്തില്ലല്ലോ. യെസ്, ബൈബിളിൽ ചില ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചത്. ലോകത്തിലും ജീസസ് എഴുന്നേൽപ്പിക്കുന്ന ചിലരുണ്ട്. വളരെ റെയർ ആയിട്ട് ചില ഇൻസിഡൻസ് അത്രയേറെ. പ്രിയ സഹോദരങ്ങളെ, നാമും ഒരു ആഗ്നിയിൽ കൂടി പോകുമ്പോൾ ഓർത്ത് കൊള്ളുക, അങ്ങനെ ഇഷ്ടം തന്നെ ആകണമെന്നും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ പെയിനിന് ശേഷം ഒരു റിസറക്ഷൻ ഉണ്ട്, നിശ്ചയം. നമ്മുടെ ഈ വിഷമത്തിൽ കൂടെ നമ്മൾ കടന്നു പോയത്, അതുകൊണ്ട് നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യുകയല്ല, അതോടുകൂടി നാം തീർന്നു പോവുകയല്ല, അതോടുകൂടി നാം ഇല്ലാതെയായി പോവുകയല്ല. അതിനുശേഷം മറ്റനേകർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തവണ്ണം നാം റിസറക്റ്റഡ് പ്രസൻസിനാൽ നിറഞ്ഞ നമുക്കൊരു പുതുജീവൻ ദൈവം തരാം. ഒരു കഷ്ടതയ്ക്ക് ശേഷം ഒരു സന്തോഷം ദൈവം ഒരുക്കുന്നു. പ്രിയ ദൈവപ്പതിലെ, ഒരു സംശയമില്ല, ഇന്ന് താങ്കൾ കടന്നു പോകുന്ന ഈ വിഷമതയ്ക്ക് ശേഷം, ഈ സങ്കടത്തിന് ശേഷം നിശ്ചയമായും blessed days are awaiting you. No man can imagine what is kept in store for you. Neither you can imagine the blessings the Heavenly Father has kept in store for you. Dear child, you're so precious to Jesus. ദൈവം താങ്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല,
ഒരു ചെവി കേട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തൊട്ട് ആർക്കും ഒരു മനുഷ്യന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, മനസ്സ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തതുപോലെയുള്ള ഒരു ബ്ലെസ്സിങ്. Blessing is kept in store for you. Yes, by the power of resurrection, something is happening in your life, even right now, as we are pondering and meditating over the Word of God, as we are hearing the Word of God. Something awesome is happening in your life. മരിക്കാറായി പോയി ശേഷിപ്പുകൾ, ചാകാറായ ശേഷിപ്പുകൾ ദൈവം ശക്തിപ്പെടുത്തുക. തകർന്നിരിക്കുന്ന ഹൃദയത്തിൽ ദൈവം പുതുബലവും ശക്തിയും തരുക. ഒരിക്കലും നടക്കത്തില്ല എന്ന് നമ്മൾ ഗീവ് അപ്പ് ചെയ്ത് ഈശോസിന്മേൽ പുനരുത്ഥാനത്തിന് ശക്തി വ്യാപരിച്ച് റിസറക്ഷൻ സംഭവിക്കുക, അത്ഭുതം സംഭവിക്കുക. God is manifesting His glory in your life, and the people around you will see the glory and they'll surely proclaim, surely this is the act of the Lord, surely the Lord has blessed this person. ഇത് ലോകം പറയും, സഹോദര സഹോദരി, awesome days are ahead of you. Be blessed in your life. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, പലവിധമായ വിഷമത്തിൽ, സങ്കടങ്ങൾ, രോഗാവസ്ഥകൾ, മനോപീഠകളിലൊക്കെ കടന്നു പോകുന്ന, ഏകാന്തതയിൽ, ദുഃഖത്തിലൊക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ വചനം കേൾക്കുന്ന ഈശോ, പങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു പുനരുത്ഥാനം അവിടുന്ന് ഒരുക്കിയിരിക്കുക, ഒരു ബ്ലെസ്സിങ് അവിടുന്ന് ഒരുക്കിയിരിക്കുക. സ്തോത്രപ്പ. ഈ തിരുവചനം അവിചാരിതമെന്ന് കരുതി ചിന്തിച്ച് വചനം കേൾക്കുന്ന ഒരു വ്യക്തി യേശപ്പ, ആ സഹോദരന്റെ മേൽ ഒരു ദൈവശക്തി ഇപ്പോൾ ദൈവം അയക്കുന്നു. യെസ്, that person is so precious to thee, O Lord. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തി ജീവിതത്തെ പരിവർത്തിച്ച ഒരു മിറാക്കിൾ യേശു അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ, തങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ, blessed sisters and brothers, ഒരു miracle is awaiting you. Yes, rejoice in His presence. The joy of the Lord is bubbling in your heart, for out of your belly shall flow rivers of living water. God bless you, dear child of God. Be blessed in your life. God bless you. Praise the Lord.